ബി.ജെ.പി. സംസ്ഥാന വൈസ് പ്രസിഡന്റ് സി സദാനന്ദൻ രാജ്യസഭയിലേക്ക്. രാഷ്ട്രപതിയാണ് സദാനന്ദനെ നോമിനേറ്റ് ചെയ്തത്. സി സദാനന്ദനെ രാജ്യസഭയിലേക്ക് നാമനിർദ്ദേശം ചെയ്തത് സ്വാഗതം ചെയ്യുന്നുവെന്ന് കേന്ദ്രമന്ത്രി ജോർജ് കുര്യൻ. CPI ജില്ലാ സമ്മേളനം ഇന്ന് സമാപിക്കും. പുതിയ ജില്ലാ സെക്രട്ടറിയെ അല്പസമയത്തിനകം പ്രഖ്യാപിക്കും. MLA CC മുകുന്ദനെ ജില്ലാ കൌൺസിലിൽ നിന്നും ഒഴിവാക്കി. തിരുവല്ലോമല വില്വാദ്രിനാഥ ക്ഷേത്രത്തിലേക്കുള്ള റോഡിൽ ദുരിതയാത്ര. നാലമ്പല ദർശനം തുടങ്ങും മുൻപ് അറ്റകുറ്റപ്പണികൾ പൂർത്തിയാക്കണമെന്നാവശ്യം. അരിമ്പൂർ കുന്നത്തങ്ങാടിയിൽ റോഡരികിൽ നിന്നയാളെ ആംബുലൻസ് ഇടിച്ചു വീഴ്ത്തി. അപകടത്തിനിടയാക്കിയ ആംബുലൻസ് നിർത്താതെ പോയതായി പരാതി. ദേശീയ താളവാദ്യോത്സവം ഇന്ന് സമാപിക്കും. ഇന്നും അരങ്ങിലെത്തുന്നത് മേള വിസ്മയങ്ങൾ. സമാപന സമ്മേളനം മന്ത്രി ആർ ബിന്ദു ഉദ്ഘാടനം ചെയ്യും. വാർത്തകളിലേക്ക് വിശദമായി. സി സദാനന്ദനെ രാജ്യസഭയിലേക്ക് നാമനിർദ്ദേശം ചെയ്തത് സ്വാഗതം ചെയ്യുന്നുവെന്ന് കേന്ദ്രമന്ത്രി ജോർജ് കുര്യൻ. രാമനിലയത്തിൽ മാധ്യമങ്ങളോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. രാജ്യവും സർക്കാരും ജനങ്ങളുടെ കൂടെയുണ്ടെന്നാണ് ഇതിലൂടെ വ്യക്തമാകുന്നതെന്ന് അദ്ദേഹം പറഞ്ഞു. അതേസമയം സംസ്ഥാനത്തെ വിവിധ സ്കൂളുകളിൽ നടന്ന പാദപൂജ വിവാദവുമായി ബന്ധപ്പെട്ട മാധ്യമപ്രവർത്തകരുടെ ചോദ്യത്തിൽ നിന്ന് അദ്ദേഹം ഒഴിഞ്ഞുമാറി. അദ്ദേഹത്തെ രാജ്യസഭയിലേക്ക് നോമിനേറ്റ് ചെയ്തത് തീർച്ചയായിട്ടും വളരെ സ്വാഗതാർഹമായിട്ടുള്ള കാര്യമാണ്. കേരള രാഷ്ട്രീയത്തിലെ BJPയുടെ സാധാരണ പ്രവർത്തകർ എങ്ങനെയാണ് അതിജീവിക്കുന്നത് എന്നുള്ളതിൻ്റെ ഒരു ഉദാഹരണമാണ് സദാനന്ദ മാഷ്. ഇനി അത് രാജ്യം ചർച്ച ചെയ്യട്ടെ. കേരള രാഷ്ട്രീയത്തിലെ രീതികൾ എങ്ങനെയാണ് BJPയെ അടിച്ചമർത്താൻ ശ്രമിച്ചതെന്നുള്ളത് ഇന്ന് മുതൽ അത് രാജ്യം ചർച്ച ചെയ്യും. ജനങ്ങൾ മനസ്സിലാക്കും. അതിൻ്റെ ഒരു സന്ദേശം പോകും. മാത്രമല്ല, കേരളത്തിലെ സാധാരണ പ്രവർത്തകർക്ക് ഈ പീഡനങ്ങളെല്ലാം ഏറ്റ സാധാരണ പ്രവർത്തകർക്ക് ഉള്ളൊരു മെസ്സേജാണ് അത്. ഇരിങ്ങാലക്കുടയിൽ നടക്കുന്ന CPI ജില്ലാ സമ്മേളനം ഇന്ന് സമാപിക്കും. പുതിയ ജില്ലാ സെക്രട്ടറിയെ അല്പസമയത്തിനകം പ്രഖ്യാപിക്കും. അതേസമയം MLA CC മുകുന്ദനെ CPI ജില്ലാ കമ്മിറ്റിയിൽ നിന്നും ഒഴിവാക്കി. സമ്മേളനത്തിൽ MLAക്കെതിരെ രൂക്ഷ വിമർശനമാണ് ഉയർന്നത്. 3 ദിവസങ്ങളിലായി നടന്ന ജില്ലാ സമ്മേളനം 395 പ്രതിനിധികളാണ് പങ്കെടുത്തത്. തിരുവല്ലോമല വില്വാദ്രിനാഥ ക്ഷേത്രത്തിലേക്കുള്ള റോഡിൽ ദുരിതയാത്ര. നാലമ്പല ദർശനത്തിനായി ക്ഷേത്രത്തിലേക്ക് ഭക്തജന പ്രവാഹം വരാനിരിക്കെ അധികാരികൾ കണ്ണു തുറക്കുമെന്ന പ്രതീക്ഷയിലാണ് പ്രദേശവാസികൾ. തിരുവല്ലോമല ടൗൺ ചുങ്കം സെന്ററിൽ ബസ് സ്റ്റാൻഡിന് സമീപമുള്ള റോഡാണ് തകർന്നു കിടക്കുന്നത്. ചുങ്കം സെന്ററിൽ നിന്നും ഗ്രാമപഞ്ചായത്ത് ഓഫീസിലേക്കും ശ്രീ വില്വാദ്രിനാഥ ക്ഷേത്രത്തിലേക്കും പോകുന്ന പ്രധാന വഴിയാണിത്. പറക്കോട്ടുകാവ് കൃഷിഭവൻ, ആയുർവേദ ഹോമിയോ ആശുപത്രികൾ, മിനി സിവിൽ സ്റ്റേഷൻ തുടങ്ങിയ സ്ഥാപനങ്ങളിലേക്കും ഈ റോഡ് തന്നെ ആശ്രയം. കൂടാതെ KSEB ഓഫീസ്, സ്വകാര്യ സ്കൂൾ, ഗ്രാമീണ വായനശാല എന്നിവിടങ്ങളിലേക്കുള്ള പാതയും ഇതുതന്നെയാണ്. ബസ് സ്റ്റാൻഡും ഓട്ടോറിക്ഷ സ്റ്റാൻഡും ടാക്സി സ്റ്റാൻഡും എല്ലാം സംഗമിക്കുന്ന റോഡ് നിറയെ കുഴികൾ രൂപപ്പെട്ട് യാത്ര ദുഷ്കരമാണ്. മഴ പെയ്താൽ റോഡേത് കുഴിയേത് എന്നറിയാതെ വാഹനയാത്രക്കാർ നട്ടം തിരിയുകയാണ്. ശാസ്ത്രീയമായ രീതിയിൽ ആവശ്യമായ നടപടി സ്വീകരിക്കാത്തതാണ് റോഡ് തകർച്ച തുടർക്കഥയാകാൻ കാരണം. കർക്കിടക മാസം തുടങ്ങാൻ ദിവസങ്ങൾ മാത്രമാണുള്ളത്. നാലമ്പല ദർശനത്തിനായി തിരുവില്ലാമല വില്വാദ്രിനാഥ ക്ഷേത്രത്തിലേക്ക് ഭക്തജന പ്രവാഹം വരാനിരിക്കെ അധികാരികൾ കണ്ണു തുറക്കുമെന്ന പ്രതീക്ഷയിലാണ് പ്രദേശവാസികൾ. TCV ന്യൂസ്, തിരുവില്ലാമല. അരിമ്പൂർ കുന്നത്തങ്ങാടിയിൽ റോഡരികിൽ നിന്നയാളെ ആംബുലൻസ് ഇടിച്ചു വീഴ്ത്തി. എന്നാൽ ഇടിച്ച ആംബുലൻസ് നിർത്താതെ പോയി. കൈക്കും കാലിനും പരിക്കേറ്റ് കിടന്ന അരിമ്പൂർ സ്വദേശി ബാബുവിനെ മറ്റൊരു ആംബുലൻസ് എത്തിയാണ് ആശുപത്രിയിൽ എത്തിച്ചത്. തളിക്കുളത്തുള്ള മെക്സിക്കാൻ ആംബുലൻസാണ് അപകടമുണ്ടാക്കിയത്. സംഗീത നാടക അക്കാദമിയിൽ നടക്കുന്ന ദേശീയ താളവാദ്യോത്സവം ഇന്ന് സമാപിക്കും. സമാപന ദിവസമായ ഇന്ന് രാവിലെ പെരുവനം കുട്ടന്മാരാരും സംഘവും അവതരിപ്പിച്ച പാണ്ടിമേളത്തോടെയാണ് അരങ്ങുണർന്നത്. തുടർന്ന് മേള പ്രതിഭകൾ അണിനിരന്ന താളഗോപുരം അരങ്ങിലെത്തി. ഉച്ചയ്ക്ക് ശേഷവും വിവിധ മേളങ്ങൾ കൊട്ടിക്കയറും. വൈകിട്ട് 6:30 സമാപനം. സമാപന പരിപാടിയിൽ ഇറ്റ്ഫോക് മാധ്യമ അവാർഡുകൾ വിതരണം ചെയ്യും. മന്ത്രി ആർ ബിന്ദു സമാപന സമ്മേളനം ഉദ്ഘാടനം ചെയ്യും.
കൊടുങ്ങല്ലൂരിന് സമീപം ശ്രീനാരായണപുരം പടിഞ്ഞാറെ വെമ്പല്ലൂരിൽ കടലിൽ യുവാവിന്റെ മൃതദേഹം കണ്ടെത്തി. കരയിൽ നിന്നും 18 കിലോമീറ്റർ അകലെയാണ് ദിവസങ്ങൾ പഴക്കമുള്ള മൃതദേഹം കണ്ടെത്തിയത്. അഴീക്കോട് തീരദേശ പോലീസ് മൃതദേഹം കരയിലെത്തിച്ച് മോർച്ചറിയിലേക്ക് മാറ്റി. മരിച്ചയാളെ തിരിച്ചറിഞ്ഞിട്ടില്ല. ഏതാനും ദിവസങ്ങൾക്ക് മുൻപ് മലപ്പുറം ജില്ലയിലെ താനൂരിൽ ഒരാളെ കടലിൽ കാണാതായിരുന്നു. കൊടുങ്ങല്ലൂർ കോട്ടപ്പുറം കോട്ടപ്പുഴയിൽ വഞ്ചിമറിഞ്ഞ് കാണാതായ മത്സ്യത്തൊഴിലാളിയെയും കണ്ടെത്താനായിട്ടില്ല. തൃശൂർ ജില്ലാ കോൾ കർഷക പ്രതിനിധികളുടെ യോഗം കേന്ദ്രമന്ത്രി ജോർജ് കുര്യൻ ഉദ്ഘാടനം ചെയ്തു. BJP സിറ്റി ജില്ലാ പ്രസിഡന്റ് ജസ്റ്റിൻ ജേക്കബ് അധ്യക്ഷത വഹിച്ചു. BJP മേഖലാ പ്രസിഡന്റ് A. നാഗേഷ്, BJP ജില്ലാ ജനറൽ സെക്രട്ടറിമാരായ AR അജിഘോഷ്, അനീഷ് ഇയാൽ, ബിജോയ് തോമസ്, കോൾപടവ് പ്രതിനിധികളായ പ്രസാദ്, സുഗതൻ, CS സുനിൽ എന്നിവർ സംസാരിച്ചു. കേരളത്തിലെ നെൽകർഷകരുടെ പ്രശ്നങ്ങൾ പഠിക്കുന്നതിന് BJP നിയോഗിച്ച 3-അംഗ സമിതി കഴിഞ്ഞ ദിവസം തൃശൂരിലെത്തി കർഷകരുടെ പ്രശ്നങ്ങൾ കേട്ടിരുന്നു. തുടർന്നാണ് കേന്ദ്രമന്ത്രി കർഷകരെ നേരിട്ട് കണ്ട് ചർച്ച നടത്തിയത്. അവരുടെ സർട്ടിഫിക്കറ്റ് വേണം, മട്ട എടുത്തിട്ട് അത് വിദേശത്തേക്ക് കയറ്റുമതി ചെയ്യാൻ വേണ്ടി അവരുടെ അനുമതി വേണം. കൊടുങ്ങല്ലൂർ എടവിലങ്ങിൽ കോൺഗ്രസിൽ പൊട്ടിത്തെറി. ഒരു വിഭാഗം നേതാക്കൾ ഔദ്യോഗിക സ്ഥാനങ്ങൾ രാജിവെച്ചു. പ്രവർത്തകരുടെ വികാരം മാനിക്കാത്ത സാഹചര്യത്തിലാണ് തീരുമാനമെന്ന് രാജിവെച്ചവർ വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. മുൻ മണ്ഡലം പ്രസിഡന്റും ബ്ലോക്ക് വൈസ് പ്രസിഡന്റുമായ MG അനിൽകുമാർ, ബ്ലോക്ക് ജനറൽ സെക്രട്ടറി ബഷീർ കൊല്ലത്തുവീട്ടിൽ, ബ്ലോക്ക് വൈസ് പ്രസിഡന്റ് VM ബൈജു എന്നിവരുടെ നേതൃത്വത്തിൽ നേതാക്കളും പ്രവർത്തകരും ഉൾപ്പെടെ 70-ലേറെ പേരാണ് പ്രവർത്തനങ്ങളിൽ നിന്ന് വിട്ടുനിൽക്കാൻ തീരുമാനിച്ചത്. DYFI പോർക്കുളം ഈസ്റ്റ് മേഖലാ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ പാറയമ്പാടത്ത് അനുമോദന സദസ്സ് നടത്തി. അകാലത്തിൽ മരണമടഞ്ഞ അനുഷയുടെ സ്മരണാർത്ഥം മികവ് എന്ന പേരിൽ സംഘടിപ്പിച്ച അനുമോദന സദസ്സ് കുന്നംകുളം നഗരസഭാ ചെയർപേഴ്സൺ സീതാ രവീന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു. മേഖലാ പ്രസിഡന്റ് ഉണ്ണികൃഷ്ണന്റെ അധ്യക്ഷത വഹിച്ചു. യോഗത്തിൽ സംസ്ഥാന SC/ST കമ്മീഷൻ അംഗം TK വാസു, പോർക്കുളം പഞ്ചായത്ത് പ്രസിഡന്റ് അഡ്വക്കേറ്റ് K. രാമകൃഷ്ണൻ, പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ജിഷ ശശി, ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ സിന്ധു ബാലൻ, മാധ്യമപ്രവർത്തകൻ സുർജിത്ത് അയ്യപ്പത്ത് തുടങ്ങിയവർ പങ്കെടുത്തു. പ്ലാഴി വാഴക്കോട് സംസ്ഥാന പാതയിലെ കല്ലേപ്പാടത്ത് KSTP പദ്ധതിയുടെ ഭാഗമായി നിർമ്മിച്ച ബസ് കാത്തിരിപ്പ് കേന്ദ്രത്തിന് മേൽക്കൂര സ്ഥാപിക്കണമെന്നാവശ്യം. 2 വർഷം മുൻപ് റോഡ് നവീകരണവും ബസ് കാത്തിരിപ്പ് കേന്ദ്രങ്ങളും ഉൾപ്പെടെയുള്ള പ്രവൃത്തികൾ പൂർത്തീകരിച്ചിരുന്നു. മറ്റു പ്രദേശങ്ങളിലെല്ലാം സൗകര്യങ്ങളോടുകൂടിയാണ് ബസ് കാത്തിരിപ്പ് കേന്ദ്രങ്ങൾ നിർമ്മിച്ചത്. എന്നാൽ കല്ലേപ്പാടത്ത് അധികൃതരുടെ അവഗണന തുടരുകയാണ്. ബസ് കാത്തു നിൽക്കുന്ന ജനങ്ങൾക്ക് സമീപത്തെ വ്യാപാര സ്ഥാപനങ്ങളാണ് നിലവിലെ ആശ്രയം. കൂടുതൽ വാർത്തകളിലേക്ക് എത്താം ഇടവേളയ്ക്ക് ശേഷം. എപ്പോഴാ ഈ കറക്കം തുടങ്ങിയേ? അത് ഈ ലാപ്ടോപ്പും മൊബൈലും ഒക്കെ നോക്കുമ്പോഴേ ഡോക്ടറെ. ഇത് ബഫറോഫിയ. അയ്യോ, പരിഹാരം ഉണ്ട്. വട്ടം ചുറ്റിക്കുന്ന ബ്രോഡ്ബാൻഡിൽ നിന്നും സൂപ്പർ സ്പീഡുള്ള കേരള വിഷനിലേക്ക് മാറൂ. കേരള വിഷൻ, കേരളാസ് നമ്പർ 1 ബ്രോഡ്ബാൻഡ് സർവീസ്. വീണ്ടും വാർത്തകളിലേക്ക്. ദേശീയ പേപ്പർ ബാഗ് ദിനത്തിൽ ചേറൂർ ഡിവിഷനിലെ സ്നേഹഹർഷം പദ്ധതിയുടെ ഭാഗമായി നിർമ്മിച്ച പേപ്പർ ബാഗുകളുമായി തൃശൂർ വടക്കേച്ചിറ ലഹരി വിരുദ്ധ ശില്പത്തിനു സമീപം കുട്ടികൾ ഒത്തുചേർന്നു. ലഹരിക്കെതിരെ ജീവിതത്തിന് ഒരു വിളക്കേന്തൽ എന്ന സന്ദേശവുമായി 25ഓളം കുട്ടികൾ ശില്പത്തിന് മുന്നിൽ ലഹരി വിരുദ്ധ പ്രതിജ്ഞയെടുത്തു. ഡിവിഷൻ കൗൺസിലർ അഡ്വക്കേറ്റ് വില്ലി ജിജോ നേതൃത്വം നൽകി. SNDP യോഗം പൂപ്പത്തി ശാഖ വാർഷിക പൊതുയോഗം യൂണിയൻ പ്രസിഡന്റ് PK സാബു ഉദ്ഘാടനം ചെയ്തു. ശാഖാ പ്രസിഡന്റ് MK കൃഷ്ണദാസ് അധ്യക്ഷനായി. സെക്രട്ടറി PP രാജൻ, വൈസ് പ്രസിഡന്റ് PM രാധാകൃഷ്ണൻ, MV ലാലു എന്നിവർ സംസാരിച്ചു. കോൺഗ്രസ് വടക്കാഞ്ചേരി മണ്ഡലം മുൻ വൈസ് പ്രസിഡന്റ് അബ്ദുൾ റഹ്മാന്റെ അനുസ്മരണം നടന്നു. ചുള്ളിക്കാട് വാർഡ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നടന്ന യോഗത്തിൽ വാർഡ് പ്രസിഡന്റ് നജുല റജീബ് അധ്യക്ഷത വഹിച്ചു. ഡിവിഷൻ കൗൺസിലർ ബഷീർ അനുസ്മരണ പ്രഭാഷണം നടത്തി. MH ഷാനവാസ്, ബിജു ഇസ്മായിൽ, യൂസഫ് അമ്പലത്ത്, KK അബൂബക്കർ തുടങ്ങിയവർ സംസാരിച്ചു. ആളൂർ പഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ SSLC+2 പരീക്ഷകളിൽ ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികളെയും വിദ്യാലയങ്ങളെയും അനുമോദിച്ചു. അനുമോദന ചടങ്ങ് ജില്ലാ കളക്ടർ അർജുൻ പാണ്ഡ്യൻ ഉദ്ഘാടനം ചെയ്തു. പഞ്ചായത്ത് പ്രസിഡന്റ് KR ജോജോ അധ്യക്ഷത വഹിച്ചു. ജില്ലാ പഞ്ചായത്ത് അംഗം PK ഡേവിസ്, പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് രതി സുരേഷ്, ബിന്ദു ഷാജു, ജോസ് മാഞ്ഞൂരാൻ, ദിബിൻ പാപ്പച്ചൻ തുടങ്ങിയവർ സംസാരിച്ചു.
എരനല്ലൂർ പരിശുദ്ധ കൊന്തമാതാവിന്റെ പള്ളിയിൽ ഇടവക സംരക്ഷണ സമിതിയുടെ നേതൃത്വത്തിൽ പ്രതിഷേധ ധർണ്ണ നടത്തി. സെമിത്തേരിയിലെ അസ്ഥിക്കുഴി വൃത്തിഹീനമാക്കിയവരെ കണ്ടെത്തണമെന്നാവശ്യപ്പെട്ടായിരുന്നു പ്രതിഷേധം. കഴിഞ്ഞ 8 മാസത്തെ പള്ളിക്കണക്കുകൾ ഇടവക ജനങ്ങളെ അറിയിക്കാത്തതിലും പ്രതിഷേധത്തിന് ഇടയാക്കിയിട്ടുണ്ട്. തിരുവല്ലോമല പറക്കോട്ടുകാവ് ഭഗവതി ക്ഷേത്ര ഉപദേശക സമിതിക്ക് പുതിയ ഭാരവാഹികളായി. പ്രസിഡന്റായി മുരളി മേനോനെയും വൈസ് പ്രസിഡന്റായി TP രവികുമാറിനെയും സെക്രട്ടറിയായി VK ഉണ്ണികൃഷ്ണനെയും തെരഞ്ഞെടുത്തു. ദേവസ്വം ഓഫീസറായ സുമയാണ് ട്രഷറർ. ചന്ദ്രാപിന്നിയിൽ CPI-ML റെഡ് സ്റ്റാർ സംസ്ഥാനതല പഠന ക്യാമ്പും പൊതുസമ്മേളനവും നടത്തി. CPI-ML ജനറൽ സെക്രട്ടറി ഡോക്ടർ PJ ജെയിംസ് ഉദ്ഘാടനം ചെയ്തു. കേന്ദ്ര കമ്മിറ്റി അംഗം PN പ്രോവിന്റ് അധ്യക്ഷത വഹിച്ചു. സംസ്ഥാന സെക്രട്ടറി MP കുഞ്ഞിക്കണാരൻ, കേന്ദ്ര കമ്മിറ്റി അംഗം MK ദാസൻ, ബിജി ലാലിച്ചൻ, KS സിന്ധു, TC സുബ്രഹ്മണ്യൻ തുടങ്ങിയവർ സംസാരിച്ചു. ഈ രാജ്യത്തെ അധ്വാനിക്കുന്ന ജനങ്ങൾ, ഈ രാജ്യത്തെ ജനകൂടികൾ, അധ്വാനിക്കുന്ന മഹാഭൂരിപക്ഷം വരുന്ന ജനങ്ങൾ, അവർ മനുഷ്യ DYFI എങ്കക്കാട് യൂണിറ്റിന്റെ നേതൃത്വത്തിൽ 10ാം ക്ലാസ് +2 പരീക്ഷാ വിജയികളെ അനുമോദിച്ചു. വടക്കാഞ്ചേരി നഗരസഭാ ചെയർപേഴ്സൺ PN സുരേന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു. DYFI യൂണിറ്റ് പ്രസിഡന്റ് C ദേവിക അധ്യക്ഷയായി. വിദ്യാർത്ഥികൾക്കും രക്ഷിതാക്കൾക്കുമായി ലഹരി വിരുദ്ധ ബോധവൽക്കരണ ക്ലാസ് സംഘടിപ്പിച്ചു. വിമുക്തി മിഷൻ ജില്ലാ കോർഡിനേറ്റർ ഷെഫീഖ് യൂസഫ് ക്ലാസ് നയിച്ചു. NK പ്രമോദ് കുമാർ, AD അജി, ഷീല മുരളി, മിഥുൻ സജീവ് തുടങ്ങിയവർ സംസാരിച്ചു. ചേലക്കര നിയോജക മണ്ഡലത്തിൽ വിവിധ പരീക്ഷകളിൽ ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികളെ ആദരിച്ചു. 100% വിജയം നേടിയ സ്കൂളുകൾക്കും ഉപഹാരങ്ങൾ നൽകി. സിറ്റി പോലീസ് കമ്മീഷണർ R ഇളങ്കോ ചടങ്ങ് ഉദ്ഘാടനം ചെയ്തു. UR പ്രദീപ് MLA അധ്യക്ഷത വഹിച്ചു. പഴയന്നൂർ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് KM അഷ്റഫ്, പഞ്ചായത്ത് പ്രസിഡന്റുമാരായ പത്മജ, ശശിധരൻ, V തങ്കമ്മ, സുനിത, ജില്ലാ പഞ്ചായത്ത് അംഗം മായ തുടങ്ങിയവർ സംസാരിച്ചു. പെരിങ്ങോട്ടുകര നെഹ്റു സ്റ്റഡി സെന്റർ ആൻഡ് കൾച്ചറൽ ഫോറം താന്യം പഞ്ചായത്തിലെ SSLC +2 പരീക്ഷയിൽ ഫുൾ A+ നേടിയ വിദ്യാർത്ഥികളെയും SSLC പരീക്ഷയിൽ 100% വിജയം കരസ്ഥമാക്കിയ സ്കൂളുകളെയും ആദരിച്ചു. അനുമോദന സദസ്സ് കാനാടിക്കാവ് വിഷ്ണുമായ ക്ഷേത്രം മഠാധിപതി ഡോക്ടർ വിഷ്ണു ഭാരതീയ സ്വാമി ഉദ്ഘാടനം ചെയ്തു. നെഹ്റു സ്റ്റഡി സെന്റർ കൾച്ചറൽ ഫോറം ചെയർമാൻ ആൻഡോ തൊറയൻ അധ്യക്ഷത വഹിച്ചു. പെരിങ്ങോട്ടുകര വ്യാപാരി വ്യവസായി ഏകോപന സമിതി പ്രസിഡന്റ് VK പ്രദീപ്, MB സജീവൻ, KS വിഷ്ണു തുടങ്ങിയവർ സംസാരിച്ചു. തിരുവത്ര കുഞ്ചേരി റാവൻസ് ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബിന്റെയും 4ാം വാർഡ് കമ്മിറ്റിയുടെയും സംയുക്താഭിമുഖ്യത്തിൽ സൗജന്യ നേത്ര പരിശോധനാ ക്യാമ്പ് സംഘടിപ്പിച്ചു. കുഞ്ചേരി GM LP സ്കൂളിൽ നടന്ന ക്യാമ്പ് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ അഡ്വക്കേറ്റ് മുഹമ്മദ് അൻവർ ഉദ്ഘാടനം ചെയ്തു. NP പ്രമോദ് അധ്യക്ഷനായിരുന്നു. ഡോക്ടർ ആകാശ്, AN യദുകൃഷ്ണ, PB ഷംസീർ, M വിഷ്ണു തുടങ്ങിയവർ സംസാരിച്ചു. KSU കയ്പമംഗലം നിയോജക മണ്ഡലം കമ്മിറ്റിയുടെ പുതിയ പ്രസിഡന്റായി എഡ്വിൻ റാഫേൽ ചുമതലയേറ്റു. ചടങ്ങിനോടനുബന്ധിച്ച് എറിയാട് ചന്തയിൽ നിന്ന് ആരംഭിച്ച വിദ്യാർത്ഥികളുടെ പ്രകടനം സർവീസ് സഹകരണ ബാങ്ക് പരിസരത്ത് സമാപിച്ചു. തുടർന്ന് നടന്ന യോഗം KPCC രാഷ്ട്രീയകാര്യ സമിതി അംഗം TN പ്രതാപൻ ഉദ്ഘാടനം ചെയ്തു. KSU സംസ്ഥാന കൺവീനർ ആസിഫ് മുഹമ്മദ് അധ്യക്ഷത വഹിച്ചു. നേതാക്കളായ PN വൈശാഖ്, സലീം കയ്പമംഗലം, CJ പോൾസൺ, TP ജോൺ, KA അഫ്സൽ തുടങ്ങിയവർ സംസാരിച്ചു. രാഷ്ട്രീയ സമിതി അംഗവും നൽകുന്ന പ്രിയപ്പെട്ട പ്രധാനപ്പെട്ട പ്രവർത്തനങ്ങൾക്കും അതുപോലെ തന്നെ സംസ്ഥാന അസ്മാബി കോളേജിൽ നിന്നും മാറ്റം ഇനി നോക്കാം വാണിജ്യം. ബർജർ പെയിൻസിന്റെ എക്സ്ക്ലൂസീവ് കമ്പനി സ്റ്റോർ ഇനി തൃശൂർ ചിയ്യാരത്തും. പ്രമുഖ ഡീലറായ ആപ്റ്റസ് ഇ സൊല്യൂഷൻസ് പ്രൈവറ്റ് ലിമിറ്റഡുമായി സഹകരിച്ചാണ് കളർ ആൻഡ് സ്റ്റൈൽ സ്റ്റോർ പ്രവർത്തനം ആരംഭിച്ചത്. ചിയ്യാരം റോഡിൽ ആലംവെട്ട് വഴിയിൽ LBS സെന്ററിന് സമീപം ആരംഭിച്ച കളർ ആൻഡ് സ്റ്റൈൽ സ്റ്റോർ ബർജർ പെയിൻസ് ഡിവിഷൻ മാനേജർ PM ഷാനവാസ് ഉദ്ഘാടനം ചെയ്തു. ജിസൽ ജോളി ആദ്യ വിൽപ്പന ഏറ്റുവാങ്ങി. ആപ്റ്റസ് ഇ സൊല്യൂഷൻസ് പ്രൈവറ്റ് ലിമിറ്റഡ് മാനേജിംഗ് ഡയറക്ടർ റിജോ ജോസഫ്, ആപ്റ്റസ് ഡയറക്ടർമാരായ ജോൺസൺ, ബാലചന്ദ്രൻ, ജീവനക്കാർ, ബന്ധുമിത്രാദികൾ തുടങ്ങിയവർ സന്നിഹിതരായി. 100 വിശ്വാസ വർഷങ്ങൾ പിന്നിട്ട ബർജർ പെയിൻസിന്റെ കൂടുതൽ മികച്ച സേവനങ്ങൾ കൂടുതൽ പേരിലേക്ക് എത്തിക്കുകയാണ് പുതിയ കമ്പനി സ്റ്റോറിന്റെ ലക്ഷ്യം. ബർജർ പെയിൻസിന്റെ എക്സിക്യൂട്ടീവ് വിദഗ്ധർ സൈറ്റുകളിൽ നേരിട്ടെത്തി ഇൻസ്പെക്ഷനും സാമ്പിളിംഗും നടത്തി ഉപഭോക്താക്കൾക്ക്
കളർ സെലക്ഷനുകൾക്ക് ആവശ്യമായ ഉചിതമായ നിർദ്ദേശങ്ങൾ നൽകും. കൂടാതെ വാട്ടർ പ്രൂഫിംഗ് സൊല്യൂഷൻസ്, കമ്പനി വാറണ്ടിയിൽ സൂപ്പർവിഷൻ, വർക്കുകൾക്ക് ബെർജർ പെയിന്റ്സിന്റെ ട്രെയിൻഡ് എക്സ്പേർട്ട് കോൺട്രാക്ടേഴ്സിന്റെ സേവനങ്ങൾ, മൊബൈൽ ആപ്ലിക്കേഷൻ സേവനങ്ങൾ എന്നിവയും കമ്പനി ലഭ്യമാക്കുന്നു. സ്റ്റോറിലെത്തുന്നവർക്ക് പ്രിവ്യൂ സ്ക്രീനിംഗ് ഉൾപ്പെടെയുള്ള സൗകര്യങ്ങളും സജ്ജമാക്കിയിട്ടുണ്ട്. ബെർജർ പെയിന്റ്സിന്റെ എല്ലാ ഉൽപ്പന്നങ്ങളും കളർ ആൻഡ് സ്റ്റൈൽ സ്റ്റോറിലൂടെ ലഭ്യമാണ്. മുഖ്യ കമ്പനി ഡീലറായ ആപ്റ്റസ് ഇ സൊല്യൂഷൻസിന്റെ തൃശൂരിലെ മൂന്നാമത് ബെർജർ പെയിന്റ് സ്റ്റോറൂമാണിത്. ചിയാരത്തിന് പുറമെ പറവട്ടാനി, വിയൂർ എന്നിവിടങ്ങളിലും ആപ്റ്റസ് ബെർജർ ഷോറൂം പ്രവർത്തിക്കുന്നുണ്ട്. ബന്ധപ്പെടേണ്ട നമ്പർ 7736599936. കിലോ ബസാർ കൊരട്ടിയിലും ഉയരങ്ങൾ കീഴടക്കുന്നു. അവിശ്വസനീയ വിലക്കുറവും വിശ്വാസ്യതയുടെ ഉറപ്പുമാണ് കിലോ ബസാർ വാഗ്ദാനം നൽകുന്നത്. ബാത്റൂം, കിച്ചൺ ഫിറ്റിംഗ്സുകളും സാനിറ്ററി ഇനങ്ങളും പകുതി വിലയിൽ ഉപഭോക്താക്കൾക്ക് നൽകുന്ന പ്രത്യേകതയാണ് ദേശീയപാതയോട് ചേർന്ന് ചിറങ്ങരക്കടുത്ത് പ്രവർത്തിക്കുന്ന കിലോ ബസാർ ഷോറൂമിലുള്ളത്. ഇന്റർനാഷണൽ കമ്പനിയായ യൂറോടെക്കിന്റെ ഫാക്ടറി ഔട്ട്ലെറ്റായ കിലോ ബസാർ 2023 തുടക്കം കുറിച്ചത്. കേരളത്തിൽ 26ഉം തൃശൂർ ജില്ലയിൽ കൊരട്ടിയടക്കം 2 ഷോറൂമുകളുമുണ്ട്. പല ഇനങ്ങൾക്കും പകുതിയിൽ താഴെ വില വരുമ്പോൾ 3 മുതൽ 10 വർഷം വരെ ഗ്യാരണ്ടിയും വാറണ്ടിയും നൽകുന്ന വിൽപ്പന രീതി ഇവിടെ പ്രകടം. ഇടനിലക്കാരില്ലാതെ നേരിട്ട് സാധനങ്ങൾ ഉപഭോക്താക്കൾക്ക് നൽകുകയാണ് ലക്ഷ്യം. ഡീലർമാർക്കും ഏജൻസികൾക്കുമുള്ള ലാഭം ഇവിടെ സാധനങ്ങൾ വാങ്ങാൻ വരുന്നവരുടെ പോക്കറ്റിലെത്തും. വീട് നിർമ്മിക്കുന്നവർക്കും നിർമ്മിക്കാൻ ഉദ്ദേശിക്കുന്നവർക്കും സുവർണാവസരമൊരുക്കുകയാണ് കിലോ ബസാർ ഔട്ട്ലെറ്റുകൾ. 2.5 വർഷത്തെ വിപണന കാലയളവിൽ 2.5 ലക്ഷത്തോളം ഉപഭോക്താക്കളെ സൃഷ്ടിക്കാൻ കിലോ ബസാറിന് സാധിച്ചു. ഏതൊരു സാധാരണക്കാരനും ആശ്വാസമാവുകയാണ് വിവിധ കോംബോ ഓഫറുകൾ നിലവിലുള്ള കിലോ ബസാർ. പ്രധാന വാർത്തകളിലേക്ക് ഒരിക്കൽ കൂടി. BJP സംസ്ഥാന വൈസ് പ്രസിഡന്റ് സി സദാനന്ദൻ രാജ്യസഭയിലേക്ക്. രാഷ്ട്രപതിയാണ് സദാനന്ദനെ നോമിനേറ്റ് ചെയ്തത്. സി സദാനന്ദനെ രാജ്യസഭയിലേക്ക് നാമനിർദ്ദേശം ചെയ്തത് സ്വാഗതം ചെയ്യുന്നുവെന്ന് കേന്ദ്രമന്ത്രി ജോർജ് കുര്യൻ. CPI ജില്ലാ സമ്മേളനം ഇന്ന് സമാപിക്കും. പുതിയ ജില്ലാ സെക്രട്ടറി അല്പസമയത്തിനകം പ്രഖ്യാപിക്കും. MLA CC മുകുന്ദനെ ജില്ലാ കൌൺസിലിൽ നിന്നും ഒഴിവാക്കി. തിരുവില്ലോമല വില്വാദ്രിനാഥ ക്ഷേത്രത്തിലേക്കുള്ള റോഡിൽ ദുരിതയാത്ര. നാലമ്പല ദർശനം തുടങ്ങും മുൻപ് അറ്റകുറ്റപ്പണികൾ പൂർത്തിയാക്കണമെന്നാവശ്യം. അരിമ്പൂർ കുന്നത്തങ്ങാടിയിൽ റോഡരികിൽ നിന്നയാളെ ആംബുലൻസ് ഇടിച്ചു വീഴ്ത്തി. അപകടത്തിനിടയാക്കിയ ആംബുലൻസ് നിർത്താതെ പോയതായി പരാതി. ദേശീയ താളവാദ്യോത്സവം ഇന്ന് സമാപിക്കും. ഇന്നും അരങ്ങിലെത്തുന്നത് മേള വിസ്മയങ്ങൾ. സമാപന സമ്മേളനം മന്ത്രി ആർ ബിന്ദു ഉദ്ഘാടനം ചെയ്യും. ഇതോടെ ഈ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.